നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതറിയാമല്ലോ. അതൊരിക്കലും സാധിക്കില്ലെന്ന് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യം. അതൊക്കെ നടക്കുവേട്ടത്തി. മുന്നിൽ ആര് തടസ്സം നിന്നാലും തീർത്തോളെ ഞാൻ. വാമനനെ പോലെ ശരത്ത്. ഒന്നാമത്തെ ചൂടിന് ഭൂമി, രണ്ടാമത്തെ ചൂടിന് ആകാശം, മൂന്നാമത്തെ ചൂടിന് ശത്രുവിന്റെ തല. പക്ഷേ നീ കണ്ടിട്ടുള്ള പെൺകുട്ടികളുടെ കൂട്ടത്തില് ഞാൻ പേടില്ല. അഭിമാനമാണ് ജീവനേക്കാളും വലുതെന്ന് കരുതുന്ന പെണ്ണാ ഞാൻ. അതിനു വേണ്ടിയിട്ട് നിന്നെ കൊല്ലാനും എനിക്ക് മടിയില്ല. എന്റെ സുധിയേട്ടന്റെ ആത്മാവിന്റെ അനുവാദം മാത്രം മതി എനിക്ക്. ചുമ്മാ ദേവികേ, നീ പറഞ്ഞതുപോലെ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ണുനീരും കണ്ടിട്ടുണ്ട്. പെൺപിള്ളേരെ കരച്ചില് സംഗീതം പോലെ ആസ്വദിക്കുന്നതാണ് ഞാൻ. പകരം ചോദിക്കാൻ കാലം നിനക്ക് വേണ്ടി കാത്തുവെച്ച കണ്ണുനീർ തുള്ളിയാണ് ഞാനെന്ന് നീ കൂട്ടിക്കോ. നോക്കാം. ആ പിന്നെ നിന്റെ സുധിയേട്ടന്റെ വീട്ടില് ഞാൻ തിരിച്ചു കയറിയെന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു. മുത്തശ്ശിക്ക് എന്നോട് വല്ലാത്ത സിമ്പതി. എന്നെ വിട്ടില്ല. അല്ല, ഞാൻ പോകത്തുമില്ലല്ലോ. നിന്നെ ഞാൻ അവിടുന്ന് പുറത്താക്കും. നിത്യയ്ക്ക് അന്തസ്സുള്ളൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി കല്യാണം നടത്തിച്ചിരിക്കും. എങ്കിൽ നിന്നെ ഒഴികെ ബാക്കി 4 എണ്ണത്തിന് പച്ചയ്ക്ക് കൊടുത്തു ഞാൻ. നിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും നാത്തോനും, അതായത് എന്റെ പൊട്ടി കാമുകിക്കും ആ കളവയ്ക്കും ചേർത്ത് ഗോൾഡൻ വിസ അടിക്കും ഞാൻ പരലോകത്തേക്ക്. ഇതൊക്കെ വേറെ നിന്റെ വ്യാമോഹങ്ങളാ. പറന്നു പോകുന്നവനെ എറിഞ്ഞു വീഴ്ത്താൻ ഒരാൾ വരും. ദൈവം അയക്കും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവളാ ഞാൻ. ദൈവമൊക്കെ എന്നെ മരിച്ചുപോയി ദേവിയേട്ടത്തി. കൊതുക്, കൊളയട്ട, മൂട്ട, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യൂസ് ചെയ്ത ഐറണി, ഡോണ്ട് യു? 3 പേരും ചോര കുടിക്കും. പക്ഷേ അവർക്ക് സ്വന്തമായി ബ്ലഡ് ബാങ്ക് ഇല്ല. എന്നാ ഇരകളെ കൃത്യമായി സ്കെച്ച് ചെയ്ത് മാർക്ക് ചെയ്യും. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോടി ദേവിക ഏട്ടത്തി ടീച്ചറെ. തൽക്കാലം ഒരു ഷോർട്ട് ബ്രേക്ക്. ബാക്കി വീട്ടിൽ വെച്ച് പറയാം. തൽക്കാലം വീട്ടിൽ പോയി കടുപ്പത്തിലൊരു കാപ്പി ഇട്ട് കൂടി. അമ്മ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഒന്നും നടക്കത്തില്ലല്ലോ ഇവിടെ. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? അമ്മ തീരുമാനിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഞാനേ കുറേ തലമുറ കണ്ടുവന്നവളാ. കുറേ വർഷം നിങ്ങൾ ഉണ്ടതിൽ കൂടുതൽ ഓണം ഉണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ എന്ത് സംഭവിക്കുമെന്ന് കാണാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എടാ, തല നരയ്ക്കുമ്പോ നമ്മൾ കാണുന്നത് മുന്നോട്ടുള്ള കാഴ്ചകളാ, അല്ലാതെ കണ്ണിനെ മങ്ങല് വരുന്ന പോലെ അല്ല. അമ്മ കാര്യം എന്താന്ന് പറ. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ദേവികയുടെ കാര്യമാ. സുധിയുടെ ഭാര്യ, വിധവയാ, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ അവളൊരു കീറാമുട്ടിയാ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എനിക്കെന്റെ കൊച്ചുമോളുടെ ഭാവിയാ വലുത്, നിത്യയുടെ. ഒരിക്കലും നിത്യ അവളും തമ്മിൽ ചേരത്തില്ല. ദേവിക ഇവിടെ നിന്നാലേ അവര് തമ്മിൽ പ്രശ്നം ഉണ്ടാവും. നാളെ അത് നിത്യക്ക് വലിയ തലവേദനയാവും. ചിലപ്പം നിത്യക്കും ശരത്തിനും ഇടയിൽ ഒരു വഴക്കിനും ഇടയാവും. അവന് നമ്മളൊരു വില കൊടുക്കുന്നു അവന് തോന്നണ്ടേ?
ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? എടാ, എന്ത് വേണോന്ന് ചോദിച്ചാലേ വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെക്കണം, മനസ്സിലായോ? തൊണ്ടയ്ക്ക് പഴുത്താലും വൃണമാണെങ്കിൽ അത് മുറിച്ചു കളയണം, അല്ലാണ്ട് വെച്ചനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദേവിക നമ്മുടെ മോളെ പോലെ അല്ലേ അമ്മേ? ഓ, മോളെ പോലെയല്ലേ? മോളല്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ഭാര്യയായിട്ട് അവള് വന്നു. ഒറ്റ ദിവസം കൊണ്ട് അവനങ്ങ് പോയി. നമ്മളിനി അവളെ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമന്നാലേ ഇപ്പൊ മകനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ മോളും കൂടി പോയാ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതേതെങ്കിലും ജാതക ദോഷമോ രാഹുദോഷമോ കേതുദോഷമോ ഒക്കെ ആയിരിക്കാം. അവള് വന്ന പാടെ നമ്മുടെ മകൻ നഷ്ടപ്പെട്ടു. നാളെ നമ്മുടെ മകളും കൂടി എന്തെങ്കിലും കടുങ്കി ചെയ്താലോ? അല്ലെങ്കിൽ അവളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലോ? അതുകൊണ്ട് അവൾ എവിടാന്ന് വെച്ചാ പോട്ടെ. എന്തിന് ചുമക്കണം? അനാവശ്യ ഭാരങ്ങൾ എടുത്തുകൊണ്ട് നടക്കരുത്. അത് നമ്മുടെ മുന്നോട്ടുള്ള നടത്തത്തിനെ ബാധിക്കും. ആ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ പ്രായം ചെന്ന ആളാ. നീ എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. പക്ഷെങ്കിലേ മുന്നോട്ട് അനുഭവിക്കാൻ കിടക്കുന്നവർക്ക് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടേണ്ടി വരും. അത്രേ ഉള്ളൂ. ശരി, ബൈ. ശരി. തിരക്കിലാണോ? അതെ, നിങ്ങളെ കൊടുക്കാനുള്ള പുതിയ പദ്ധതി ആലോചിക്കുക. നിന്നോട് വഴക്കിനല്ല ഞാൻ വന്നത്, ശ്രുതിമോളുടെ കാര്യം സംസാരിക്കാനാണ്. ശ്രുതിമോളുടെ എന്ത് കാര്യം? ശ്രുതിമോളുടെ പിറന്നാൾ ആഘോഷത്തെ കുറിച്ച്. പിറന്നാൾ ആഘോഷിക്കും, ഗംഭീരമായി തന്നെ. അതിലെന്താ സംശയം? അവൾ അക്ഷരം വീട്ടിലെ കുട്ടിയാ. ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ ഞാൻ ഫംഗ്ഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുഫേ ഡിന്നറും പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലിലോ? ഹോട്ടൽ വെച്ച് നടത്താൻ ഇത് ഫാഷൻ ഷോ ഒന്നും അല്ലല്ലോ. കുഞ്ഞിന്റെ പിറന്നാളല്ലേ, അത് ഈ വീട്ടിൽ വെച്ച് നടത്തിയാ മതി. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ഇക്കാര്യം ഞാനാ തീരുമാനിക്കുന്നതെന്ന് കൂട്ടിക്കോ. ഞാൻ വക വെച്ച് തന്നിട്ട് വേണ്ടേ? നിങ്ങൾ ഇവിടെ അങ്ങ് ആഘോഷിച്ചോ. എന്റെ വക ആഘോഷം ഞാൻ ഹോട്ടലിൽ നടത്തിക്കോളാം. എന്താ ഇവിടെ പ്രശ്നം? ശ്രുതിമോളുടെ പിറന്നാൾ ആഘോഷം ഹോട്ടലിൽ നടത്തണമെന്ന്. ഹോട്ടലിലോ? ഹോട്ടലിലൊന്നും വേണ്ട, ഇവിടെ വെച്ച് നടത്തിയാൽ മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നാണല്ലോ. ഡാഡി ഇതിൽ ഇടപെടണ്ട. എന്റെ ചെറുമോളുടെ കാര്യത്തിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരിടപെടും? ഒന്നാമതേ എനിക്ക് വയ്യ, ഹോട്ടലിൽ വരാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ശ്രുതിമോളുടെ പിറന്നാൾ ആഘോഷം ഇവിടെ വെച്ച് തന്നെ മതി.